ഹലോ ഹായ് ഹലോ ആൻഡ് വെരി വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറൊന്നും അല്ല, ഇന്ന് സുഡിയോ ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഒറ്റ തവണ പോയി വാങ്ങിച്ചതല്ല, ഒന്ന് രണ്ട് തവണ പോയി വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ ഒറ്റൊരു ഹോൾ വീഡിയോ ആയിട്ട് കാണിക്കുവാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ എറണാകുളത്ത് ഒബ്രോയ് മാളിൻ്റെ ഓപ്പോസിറ്റ് ഒരു പ്രസ്റ്റീജ് മാളുണ്ട്. അതിൻ്റെ അത് H&M സുഡിയോയും കൂടെ ഒരുമിച്ച് വരുന്നത് കുറേ പേർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവിടുത്തെ സുഡിയോ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എനിക്കതാണ് അടുത്തുള്ള സുഡിയോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ആ സുഡിയോയിലാണ് പോയി പർച്ചേസ് ചെയ്യുന്നത്. അപ്പം യെസ്, വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. സുഡിയോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഡ്രസ്സിലോട്ടായിരിക്കും വരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ സുഡിയോന്ന് ഏറ്റവും കുറവ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഏറ്റവും കുറവ്. ഞാൻ ഡ്രസ്സ് ടോപ്പ് ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് ഇഷ്ടപ്പെടാറില്ല സുഡിയോയിലെ ടോപ്പ്. ഇഷ്ടപ്പെട്ട സൈസ് കാണത്തില്ല. അത് സൈസ് മെയിൻ പ്രശ്നം കേട്ടോ. സ്മോൾ സൈസ് കാണത്തേയില്ല. ഞാൻ എക്സ്ട്രാ സ്മോളാണ്. എക്സ്ട്രാ സ്മോൾ കിട്ടുന്നത് കുറവാണ്. ഞാൻ സ്മോളാണ് പിന്നെ നോക്കുന്നത്. സൈസേ കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മീഡിയം ലാർജും പിന്നെ ഞാൻ നോക്കാറില്ല, കാരണം എനിക്ക് ഭയങ്കര ലൂസായിരിക്കും. അപ്പം ഞാൻ ആദ്യം ക്ലോത്തിങ്ങിൽ തന്നെ തുടങ്ങാം എന്തായാലും, കാരണം അത് കുറച്ചേ ഉള്ളൂ. ഉള്ളത് ഞാൻ കാണിക്കാം എന്തായാലും. ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് സാധനത്തിന് തുടങ്ങാം കേട്ടോ. സ്റ്റുഡിയോയിൽ ഇത് ഒരു ടീഷർട്ട് പോലത്തെ, നിങ്ങളിത് കുറേ പേരെയും കണ്ടിട്ടുണ്ട്. ടീഷർട്ട്, സിമ്പിൾ ടീഷർട്ട് ആട്ടോ ഇത് വന്നിട്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 199 ആണ്. ഇതല്ല ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബേജ് കളർ കണ്ടോ, ഈ ഒരു ബേജ് കളറ് ഞാൻ ഈ സെയിം സാധനം തന്നെ ബേജ് കളറുണ്ടായിരുന്നു. അന്ന് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം കേട്ടോ. അയ്യോ, ഇതിൻ്റെ ഫാബ്രിക് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. വെറുതെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയാലും നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് കാഷ്വലായിട്ട് ഇടാം. എന്നാൽ നല്ല സ്റ്റൈലിഷുമാണ്. അങ്ങനത്തെ ഒരു സാധനം ഇത്. സിമ്പിൾ സാധനം കേട്ടോ. വീനക്ക് വരുന്ന ഒരു സാധാരണ ഒരു ഇങ്ങനെ ടീഷർട്ട് പോലത്തെ. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 199 ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അടിപൊളി കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരുപാട് കളേഴ്സ്. ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഇതൊന്ന് വാങ്ങി നോക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി സാധനം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു നൈറ്റ് വെയർ ആണ്. സ്റ്റുഡിയോയിൽ ഞാൻ അധികം അങ്ങനെ നൈറ്റ് വെയർ കണ്ടിട്ടില്ല. ഇപ്പം റീസെൻ്റ് ആയിട്ട് പോയപ്പോഴാണ് ശരിക്കും നൈറ്റ് വെയർ കാണുന്നത്. നൈറ്റ് ഡ്രസ്സ് പോലത്തെ. അതായത് ഇപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്നത് ടീഷർട്ടും, ഇങ്ങനെ ഒരു ടീഷർട്ട് വരും, അതിൻ്റെ കൂടെ ഷോർട്സും വരും കേട്ടോ. ഈ ഒരു കോംബോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കോംബോയാണ് കേട്ടോ, സെപ്പറേറ്റ് പ്രൈസ് അല്ല. ഇതിന് രണ്ടിനും കൂടെ 499, അതായത് 500 റുപ്പീസാണ് വരുന്നത്. നിങ്ങൾക്ക് ഒന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ ടീഷർട്ടും ഷോർട്സ് ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ടീഷർട്ടും നമ്മുടെ ഫുൾ പാൻ്റായിട്ട് വരത്തില്ലേ, അങ്ങനെയുണ്ട്. ഷോർട്സ് കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർക്ക് ഫുൾ പാൻറ്റുള്ളത് വാങ്ങിക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണ്, കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ്സ് ഉണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള സാധനമാണ്. പൊതുവേ ഒരു കടയിൽ കയറി ഒരു സാധനം വാങ്ങിച്ചാൽ എനിക്കത് ഒന്നാമത്തെ കാര്യം, എനിക്കൊരു സാധനം ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ വാങ്ങിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, വെറുതെ പൈസ കളയണമായിരുന്നോ, അത് നല്ലതായിരുന്നോ. അവസാനം നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അയ്യോ വാങ്ങിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരും. അയ്യോ, അത് ഏറ്റവും വൃത്തികെട്ട ഒരു ഫീലിംഗ് സത്യം പറഞ്ഞാൽ. എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട എനിക്ക് ഈ ചിന്തകളൊന്നും വരത്തില്ല കേട്ടോ. ഞാൻ ഡബിൾ മൈൻഡായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഡബിൾ മൈൻഡ് ഒന്നും അല്ലാതെ കണ്ടപ്പോൾ തന്നെ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്, ഒരു ഡ്രസ്സാണ് ഇത് വന്നിട്ട് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുന്നത്. ഇത് ബോഡിക്കോൺ ഡ്രസ്സാണ്. നമ്മുടെ ഈ ടീഷർട്ട് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. മുട്ടിൻ്റെ താഴെ വരെ എന്തോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ. എൽബോ സ്ലീവ് വരും, ക്ലോസ് നെക്ക് വരും. പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിച്ച് നടന്ന സാധനം കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അതിനെക്കാട്ടിലും സന്തോഷം എന്തായിരുന്നു വെച്ചാൽ സൈസ് ഉണ്ടെന്നുള്ളതായിരുന്നു. ഇത് പ്രൈസ് വരുന്നത് 699, അതായത് 700 രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പിന്നെ സുഡിയോ ഞാൻ മിക്കപ്പോഴും വാങ്ങിക്കുന്ന സാധനം അവിടുത്തെ പാൻറ്റീസ് കേട്ടോ. എനിക്കിഷ്ടമാണ്. കുറേ പ്രിൻസിലൊക്കെ ഇപ്പോൾ ഇത് തന്നെ നോക്കുകയാണെങ്കിൽ നല്ല പ്രിൻറ്റ് വരുന്നുണ്ട്, ഒരുപാട് കളേഴ്സിലുണ്ട്, ഒരുപാട് പ്രിൻറ്റ് വരുന്നുണ്ട്, പ്ലെയിൻ ഉണ്ട്. എനിക്ക് അവരുടെ കളർ ചോയ്സ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കോംബോ 3 സെറ്റായിട്ട് എന്തോ കിട്ടുന്നത്. ഇതിന് പ്രൈസ് വരുന്നത് 249 ആട്ടോ. എനിക്കൊന്ന് പലതിനും പല റേറ്റാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇതിപ്പം 249 ആണ്. 3 പാൻറ്റീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അവർക്ക് എനിക്കിഷ്ടമാണ്. അവരുടെ പ്രിൻറ്റ് വരുന്നുണ്ട്. ഒരു പ്ലെയിൻ കാണും, ഒരു സിമ്പിൾ പ്രിൻറ്റ് വരുന്ന കാണും, അല്ലെങ്കിൽ 3 പ്ലെയിൻ കാണും, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഏതാ അതിൽ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് പൊതുവെ അവിടുത്തെ പാൻറ്റീസ് ഇഷ്ടമാണ്. ക്വാളിറ്റി എത്ര നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ക്വാളിറ്റി ഒന്നും അല്ല, പക്ഷെ ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസിന് അടിപൊളി ക്വാളിറ്റിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ക്ലോത്തിങ് സെക്ഷൻ കഴിഞ്ഞു, പെട്ടെന്നായിരുന്നു എല്ലാം കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ. ഇനി എന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ ചെന്ന് കഴിഞ്ഞാൽ ക്ലോത്തിങ് അല്ല ശരിക്കും എന്നെ അട്രാക്ട് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ സ്റ്റുഡിയോയിൽ ചിലവാക്കിയിട്ടുള്ളത് അവിടുത്തെ മേക്കപ്പ് മറ്റ് സാധനങ്ങൾക്കാണ്. മേക്കപ്പ് അല്ലാതെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ്, ആ ഒരു സെക്ഷനാണ് എനിക്ക് ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സെക്ഷനിലോട്ട് പോവാം. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു മേക്കപ്പ് സ്പോഞ്ചാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ടേ ഉള്ളൂ, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പൊട്ടിച്ച് നോക്കിയിട്ടില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള 79 രൂപയാണ്, 80 രൂപയാണ്. ഇവരെ പ്രൈസിങ് സ്ട്രാറ്റജി അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ ഇതുപോലത്തെ 79 അല്ലെങ്കിൽ 199 എന്നൊക്കെ കാണിക്കുമ്പോൾ 199 ഉള്ളൂ എടുത്തേക്കാന്ന് പറഞ്ഞ് ഒരു 5-6 പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കാവും 1000 രൂപ. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല, അവസാനം ബില്ലടിക്കുമ്പോഴായിരിക്കും കണ്ണ് കൊള്ളുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് സ്റ്റുഡിയോയുടെ പ്രൈസിങ്ങിൽ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും 79 രൂപയുടെയാണ്. അത്യാവശ്യം നല്ല മേക്കപ്പ് സ്പോഞ്ചാണ് കേട്ടോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റുഡിയോയിലെ കോട്ടൺ പാഡ്സ് ആണ്. ഞാൻ ഇതുവരെ കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ മറ്റേ റോളായിട്ട് നമുക്ക് പഞ്ഞി കിട്ടത്തില്ല, കോട്ടൺ കിട്ടത്തില്ല മെഡിക്കൽ ഷോപ്പിലൊക്കെ, അങ്ങനത്തേത് ഞാനിതൊരു ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇത്തവണ പോയപ്പോൾ ഞാൻ വാങ്ങിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിച്ചതാണിത്. 79 രൂപയാണ്, അഗെയിൻ 79 രൂപയാണ്. 100 കോട്ടൺ പാഡുണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ നാൾ നിൽക്കും കേട്ടോ, കുറേ നാൾ നിൽക്കും. കാരണം ചില സമയത്ത് ഒരു കോട്ടൺ പാഡ് 2ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഒറ്റ പാഡായിട്ടാണെങ്കിൽ ഒറ്റ പാഡായിട്ട് എടുക്കാം. അടിപൊളിയാട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത്യാവശ്യം കുറേ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രേ ആയിട്ടുള്ളൂ സംഭവം. ഇത് ഇത്രയും ബാക്കിയുണ്ട്. ഇത് നല്ലൊരു പർച്ചേസാണ് കേട്ടോ. കാരണം നമുക്ക് 100 ഇത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലതുമാണ്. അത്യാവശ്യം സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അടിപൊളി സാധനം, ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ട് നല്ല സാധനം. നെക്സ്റ്റ് വന്നിട്ട് പെർഫ്യൂം ആട്ടോ. എനിക്ക് പേഴ്സണലി പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എന്നെ അങ്ങോട്ട് വലിക്കും പെർഫ്യൂം. എൻ്റെ കയ്യിൽ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. ഞാൻ പുറത്തോട്ട് പോയാൽ തന്നെ 1-2 പെർഫ്യൂം എൻ്റെ ബാഗിൽ കാണും. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് പെർഫ്യൂം ട്രൈ ചെയ്യാനും പുതിയ സ്മെല്ല് ട്രൈ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റുഡിയോയിൽ കുറേ ഉണ്ട്, ഏത് ഉപയോഗിക്കണം ഏത് ട്രൈ ചെയ്യണം നമുക്ക് കൺഫ്യൂഷനാണ്. കുറേയൊക്കെ ഞാൻ നോക്കി, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പെർഫ്യൂമാണ് ഇത് വന്നിട്ട്. ഇത് ബോഡി മിസ്റ്റ് ആണ്, ഷൈൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ ബോഡി മിസ്റ്റ് ആണ് ഇത് വന്നിട്ട്. ഇത് നല്ല മണമാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു മണം. ഒരു മൈൽഡാണ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാട്ടോ. നിങ്ങൾ സ്റ്റുഡിയോ പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു സോഫ്റ്റ് സ്മെല്ല്, നല്ല എനിക്കിഷ്ടപ്പെട്ടു. സ്ട്രോങ് അല്ല, മൈൽഡാണ്, ഒരു ഫ്രഷ് ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇതിനുള്ളത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സ്മെല്ല് പോവും. ഓക്കെ, പറഞ്ഞു വരുന്നത് ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നാണ്. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് അല്ലാഞ്ഞിട്ട് പോലും ഞാൻ ഇത് ഇത്രയും ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. കുറേ പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ പേർക്ക്. കാരണം ഞാനിത് പെർഫ്യൂം യൂസ് ചെയ്യുമ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൊളീഗ്സൊക്കെ ഇതെടുത്ത് അടിക്കാറുണ്ട്. അപ്പം അവർക്കും ആദ്യം ഇത് ഇഷ്ടപ്പെട്ടില്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നായിരുന്നു കംപ്ലൈൻറ്റ്. പക്ഷെ പിന്നെ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി, എനിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പം അടിക്കാനാണെങ്കിൽ ഇത് ഓക്കെയാണ്, ജെൻറ്റിലാണ്. പുറത്തൊക്കെ ഒരു നിങ്ങളൊരു ഹെവി ഡേ ആണ്, ഹെക്ടിക് ഡേ ആണ്, പുറത്ത് വർക്ക് ചെയ്യാൻ പോവാ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അത്രയും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. സ്മെൽ അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് അല്ല. നെക്സ്റ്റ് വന്നിട്ട് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ലിപ് ഗ്ലോസ് അല്ല, അതെ ലിപ് ഗ്ലോസ് ആണ്. ലിപ് ഗ്ലോസ് ആണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ്. സ്റ്റുഡിയോയിൽ ഒരുപാട് ലിപ് ഗ്ലോസ് ഉണ്ട് കേട്ടോ, കളറൊക്കെ ഉള്ള ലിപ് ഗ്ലോസ് ഉണ്ട്. എനിക്ക് ട്രാൻസ്പെറൻ്റ് ആണ് ഇഷ്ടം. റീസെൻ്റ്ലി ഞാൻ ഭയങ്കരമായിട്ട് ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലിപ് ഗ്ലോസ് തീർന്നു. അപ്പോൾ അങ്ങനെ ശരിക്കും എനിക്ക് വേണ്ട ഒരു സാധനമായിരുന്നു ഇത്. അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, എന്തോ 79 69 എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്. നല്ലൊരു ലിപ് ഗ്ലോസ് ആട്ടോ. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിച്ചായിരുന്നു ഒരു 2-3 തവണ. കണ്ടോ, ഇത് നമ്മളുടെ വ്യത്യാസം കണ്ടോ? നല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര അങ്ങ് തിളക്കമില്ല, എന്നാൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട് വ്യത്യാസം. നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ, ഞാൻ നേരത്തെ ഇരുന്നതും ഇപ്പോഴത്തെ ലിപ്പും തമ്മിൽ. നിങ്ങൾ നല്ലതായിട്ടൊരു കോട്ട് അടിക്കുവാണെങ്കിൽ ഇതിനേക്കാളും തിളക്കം കാണും. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്ലോസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും. എനിക്ക് ഈ ഒരു ഗ്ലോസ് ഭയങ്കര ഇഷ്ടം. ഒത്തിരി അങ്ങ് തിളങ്ങി നിൽക്കുന്നുമില്ല, എന്നാൽ ഒട്ടും ഡള്ളും അല്ല. അടിപൊളി ഗ്ലോസ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഗ്ലോസാണ്, ഒരു ഡീസൻറ്റ് ഗ്ലോസാണ്. അടിപൊളിയാണ് സംഭവം, നൈസാണ്. ഗ്ലോസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് ചെരുപ്പാണ് കേട്ടോ.
ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് അങ്ങനെ അധികം ചപ്പൽസ് വാങ്ങിയിട്ടില്ല, ചെരുപ്പ് വാങ്ങിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം ചെരുപ്പ് വാങ്ങിച്ചാൽ എൻ്റെ അമ്മ ഇനിയും കൊല്ലും എന്നെ. എവിടെയെങ്കിലും പോയാൽ ഞാൻ ചെരുപ്പും കൊണ്ടേ വരത്തുള്ളൂ. നിങ്ങൾക്ക് എറണാകുളത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, 199 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ ഞാൻ ചെരുപ്പ് കാണും. 150 രൂപയ്ക്ക് ചെരുപ്പുണ്ട്. അത് നല്ല നല്ല ചെരുപ്പ് കേട്ടോ, സത്യസന്ധമായിട്ട് പറയാം. ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല നല്ല ചെരുപ്പ് കിട്ടും. പിന്നെ ചില ചെരുപ്പ് പെട്ടെന്ന് പോവും, ചില ചെരുപ്പ് കുറേ നാൾ നിൽക്കും. അത് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ചെരുപ്പ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഓക്കെ, അപ്പം ഒരാവശ്യവും ഇല്ലായിരുന്നു ഈ ചെരുപ്പ് വാങ്ങേണ്ട സത്യം പറഞ്ഞാൽ. കാരണം വലിയ സംഭവമൊന്നുമില്ല, കാണാൻ നോർമൽ ഒരു ചെരുപ്പാണ്. പക്ഷെ ഒരു ചെരുപ്പ് അങ്ങ് വാങ്ങി, അതാണ് സത്യം. ഇതും 199 രൂപ എന്തോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടോ, ഒരു മെറ്റാലിക് ബ്രോൺസ് പോലെ ഇങ്ങനെ ഒരു ഷെയ്ഡ് പോകുന്നുണ്ട്. ശരിക്കും ഇത് ബ്ലാക്ക് അല്ല, ബ്രോൺസ് ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ. ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള ഒരു നോർമൽ ചപ്പൽ, വലിയ സംഭവമൊന്നുമില്ല, കാണാൻ നല്ല നൈസാണ്. അപ്പം ഇതായിരുന്നു നമ്മളുടെ അടുത്ത പർച്ചേസ്. നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ വന്നിട്ട് കുറേ അധികം നെയിൽ പോളിഷ് കേട്ടോ. എനിക്ക് ഇത്രയും നെയിൽ പോളിഷ് ഇഷ്ടമാണ്, പക്ഷെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരുപാടൊന്നും ഞാനങ്ങനെ വാങ്ങിക്കാറില്ല, കുറവാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ സ്റ്റുഡിയോയിൽ നെയിൽ പോളിഷ് നോക്കണേ, കുറേ ഞാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ നമുക്ക് ഇൻഡിവിജ്വൽ, അതായത് ഒരു പീസ് ആയിട്ടും കിട്ടും. അതല്ലാതെ ഒരു പാക്കറ്റിൽ ഇങ്ങനെ 4 നെയിൽ പോളിഷായിട്ടും കിട്ടുന്നതുണ്ട് കേട്ടോ. 4 നെയിൽ പോളിഷ് എനിക്കൊന്ന് 199 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇൻഡിവിജ്വൽ നെയിൽ പോളിഷ് എന്തോ 69 79 എന്തോ ആണ്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്റ്റുഡിയോയിലെ നെയിൽ പോളിഷ് കളക്ഷൻ കേട്ടോ. അത്രയും നല്ലതാണ്. ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലൈലാക്ക് ഉണ്ട്, ഡാർക്ക് കളേഴ്സ് ഉണ്ട്, ഗ്ലിറ്റേഴ്സ് ഒരുപാടുണ്ട്. ഇതിലിപ്പം എടുത്ത് കാണിക്കാൻ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് വന്നിട്ട് ഈ ഒരു നെയിൽ പോളിഷ് കേട്ടോ സ്റ്റുഡിയോയുടെ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ഞാൻ പറയാവേ, ഷാമ്പെയിൻ N04 ആണ്. ഇത് നോക്കുവാണെങ്കിൽ നല്ലൊരു ഗ്ലിറ്റർ കൈൻഡ് ഓഫ് ആണ്. പക്ഷെ അത്രയും ഇതിൻ്റെ ഭയങ്കര ഗ്ലിറ്റർ അല്ല, തിളങ്ങി നിൽക്കുന്നതല്ല. ഇതിനൊരു മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ് ഇതിനുള്ളത്. ടെക്സ്റ്റേർഡ് ഫീൽ ആട്ടോ വരുന്നത്. ഇതിന് സ്മൂത്ത് അല്ല, ടെക്സ്റ്റേർഡ് ആയിരിക്കും ചെറുതായിട്ട്. നല്ലൊരു കളറാണ് ഇതിൻ്റെ. കളറാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഒരു റോസ് ഗോൾഡ് കൈൻഡ് ഓഫ് കളറാണ്. എല്ലാ സ്കിൻ ടോണിനും പോവും. എന്നോട് അത്യാവശ്യം ആൾക്കാരും ചോദിച്ചിട്ടുള്ള സാധനമായിട്ട്. ഇത് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് മിക്ക കളേഴ്സ്. എനിക്ക് ഞാൻ വാങ്ങിയ കളേഴ്സ് ഒരുപാട് കളേഴ്സ്. ഇതൊക്കെ മറ്റേ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ തരി പോലെ ഇങ്ങനെ കാണും. ഇതൊരു ഒരു യെല്ലോ ഓഫ് വൈറ്റ് കളറാണ്. അതിലിങ്ങനെ ബ്ലാക്ക് തരി പോലെ ഇങ്ങനെ കാണും. നല്ല ടെക്സ്ചറായിട്ട് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി സാധനങ്ങളും ഉണ്ട് കേട്ടോ സ്റ്റുഡിയോയിൽ നെയിൽ പോളിഷ്. ഓരോന്നിനെ ഞാൻ എടുത്ത് പറയാൻ നിൽക്കുന്നില്ല, ഒരുപാടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ റീസെൻ്റ്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നെയിൽ പോളിഷ് കുറച്ചുകൂടെ നല്ലതായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ നെയിൽ പോളിഷ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ആ വീഡിയോ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വന്നിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സത്യം പറഞ്ഞാൽ ഡ്രസ്സ് കുറവാണ്. കൂടുതലും ഞാൻ വാങ്ങിക്കുന്നത് ഇതുപോലത്തെ നെയിൽ പോളിഷ്, ലിപ് ഗ്ലോസ്, ലിപ്സ്റ്റിക്ക്, ആ സെക്ഷൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ പോകുമ്പം. നിങ്ങൾ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം യെസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. ആർദ്ര ചെയ്യുന്നതെന്ന് കേട്ടോ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ യെസ്, നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.